ഞാൻ കേട്ട ഏറ്റവും വലിയ തമാശ ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് എന്നതാണ്. ഇന്ത്യ ഒരു മതേതര രാജ്യമാണോ? എന്താണ് മതേതരം? എല്ലാ മതങ്ങൾക്കും തുല്യ പദവി, തുല്യ പരിഗണന, അതുതന്നെയല്ലേ മതേതരം? എന്റെ സഹപാഠികളായിരുന്ന നവാസിനെയും രാജുവിനെയും കുറിച്ച് പറയാം. പഠിക്കാൻ മിടുക്കനായിരുന്ന രാജു വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം 10ാം ക്ലാസ്സിൽ എത്തുന്നതിന് മുൻപേ പഠിത്തം നിർത്തി ഒരു തടിമില്ലിൽ ഇപ്പോഴും പണിയെടുക്കുകയാണ്. ദരിദ്രൻ നവാസോ പഠിത്തത്തിൽ വളരെ മോശമായിരുന്നു. തുടർ പഠനത്തിൽ താല്പര്യമില്ലാത്തതിനാൽ പഠനം നിർത്തി. പിന്നെ ഗൾഫിലെത്തി. ഇന്ന് സ്വന്തമായി ഒരു സൂപ്പർ മാർക്കറ്റ് അവിടെ നടത്തുന്നു. കോടീശ്വരൻ. നവാസിന്റെയും രാജുവിന്റെയും മക്കൾ പഠിക്കുന്നതും ഒരേ ക്ലാസ്സിൽ. രാജു മകനെ പഠിപ്പിക്കാൻ പെടാപ്പാട് വിടുന്നു. നവാസ് പഠനം കാര്യമാക്കുന്നില്ല. 18 കഴിഞ്ഞാൽ ഗൾഫിലേക്ക് കൊണ്ടുപോകണം. രാജു മകന്റെ പഠന ചെലവ് കണ്ടെത്തുവാൻ പാടുവിടുന്നു. നവാസിന്റെ മകന് ലംസം ഗ്രാൻഡ് ഉണ്ട്. എന്താ കാരണം? രാജു ഹിന്ദുവാണ്, നവാസ് മുസൽമാനും. അതെ, ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ഞാനും രാജുവും പതിവിൽ നിന്നും കൂടുതൽ യാത്രാക്കൂലി നൽകി ശബരിമലയിലേക്ക് പോയി. ഞങ്ങളുടെ സ്വന്തം കാര്യം, അതുകൊണ്ട് തന്നെ സ്വന്തം പണം മുടക്കി ഞങ്ങൾ പോയി. നവാസ് ഹജ്ജിന് പോയി. നവാസിന്റെയും സ്വന്തം കാര്യം. പക്ഷേ സർക്കാർ വക സബ്സിഡിയിൽ പോയി. ഇന്ത്യ ഒരു മതേതര രാജ്യം തന്നെയാണ്. എന്റെ കൂട്ടുകാരൻ ഉദയൻ സപ്താഹ ആചാര്യനാണ്. വളരെ ചെറിയ വരുമാനം. മതപരമായ കാര്യമാണ്, സാമൂഹ്യ സേവനമല്ല. നവാസിന്റെ വാപ്പ മദ്രസയിൽ പഠിപ്പിക്കുന്നു. മതപരമായ കാര്യമാണ്, സാമൂഹ്യ സേവനമല്ല. 10,000 സർക്കാർ ശമ്പളം. ഇപ്പോഴും ഇന്ത്യ മതേതര രാജ്യമാണ്. അയലത്തെ രാഘവൻ തിരുമേനി വാർദ്ധക്യ പെൻഷനായുള്ള 1000 രൂപയ്ക്ക് വേണ്ടി ഓഫീസുകൾ കയറിയിറങ്ങുന്നു. പണ്ട് ഒരു ചെറിയ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. ചെയ്തത് സാമൂഹ്യ സേവനമല്ല, മതപരമായ കാര്യമാണ്. ജോലിക്ക് പെൻഷനില്ല. അയലത്തെ സുലൈമാനിക്ക ഉസ്താദ് പണ്ട് മദ്രസയിൽ പഠിപ്പിച്ചിരുന്നു. സാമൂഹ്യ സേവനമല്ല, മതപരമായ കാര്യമാണ്. പക്ഷേ മാസം 7500 രൂപ സർക്കാർ പെൻഷൻ നൽകുന്നുണ്ട്. എന്നിട്ടും ഇന്ത്യ മതേതര രാജ്യമാണ്. ഞാൻ വിശ്വസിക്കുന്ന എന്റെ മതേതര പാർട്ടി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കമ്മിറ്റി വിളിക്കാൻ തയ്യാറല്ല. കാരണം ഇസ്ലാം വിശ്വാസികളായ പ്രവർത്തകരുടെ മതവികാരം മാനിക്കണം. എനിക്ക് മഹാനവമിയും പൂജവയ്പും വിദ്യാരംഭവും ഒന്നും പ്രശ്നമല്ല. കാരണം ഹിന്ദുവാണ്. മതവികാരത്തിന് വലിയ വിലയൊന്നുമില്ല. എങ്കിലും എന്റെ പാർട്ടി മതേതര പാർട്ടിയാണ്. എന്റെ ഈ മതേതര പാർട്ടി ബീഫ് വിളമ്പി പ്രതിഷേധിക്കും. പക്ഷേ പന്നിയിറച്ചി വിളമ്പി പ്രതിഷേധിക്കില്ല. കാരണം മുസൽമാന്റെ മതവികാരം വ്രണപ്പെടും. ഇപ്പോഴും ഇന്ത്യ മതേതര രാജ്യമാണ്. എന്റെ മതേതര പാർട്ടി അയ്യപ്പനെയും സരസ്വതിയെയും നഗ്നരാക്കി ചിത്രം വരയ്ക്കും. കാരണം അവർ ഹിന്ദുക്കളുടെ ദൈവങ്ങളാണ്. അതേ മതേതര പാർട്ടി നബിയുടെ രേഖാചിത്രം പോലും വരയ്ക്കില്ല. കാരണം അത് ഇസ്ലാമിന്റെ ദൈവമാണ്. കണ്ടില്ലേ, ഇന്ത്യ മതേതര രാജ്യമാണ്. അതെ, ഇന്ത്യ മതേതര രാജ്യം തന്നെയാണ്. ഇതൊക്കെ ചിന്തിക്കാൻ അവസരം മന്ത്രയ്ക്ക് തന്ന ഇന്ത്യ എന്നും മതേതര രാജ്യം തന്നെയാണ്. ഒക്കെ കേട്ടപ്പോൾ നിങ്ങൾക്കും തോന്നിയില്ലേ ഇന്ത്യ മതേതര രാജ്യമാണെന്ന്? അടിയൊക്കെ ഹിന്ദുവിനും കാശ് അടിക്കണോർക്കും. എന്താ പൊളിയല്ലേ? മതേതരായ ഹിന്ദുക്കൾ അടികൊണ്ട് പുറംപൊളിയുമ്പോഴെങ്കിലും ഓർക്കണേ, ഇന്ത്യ ഒരു മതേതര രാജ്യം തന്നെയാണെന്ന്. എല്ലാ മതേതര ഭാരതീയർക്കും സമാധാനവും ശാന്തിയും ലഭ്യമാകുന്ന പുതുവർഷ പിറവി ആശംസകൾ. ഏവർക്കും നന്മകളുണ്ടാവട്ടെ.